അങ്ങനെ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നൊരു വ്ളോഗാണിത്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബസ്സായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് എത്തുന്ന പോലെ ഒരുപാട് ടയേർഡ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 10 മണി 10:30 ആയപ്പോൾ തന്നെ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി മൈസൂർ വന്നിട്ട് ഇവിടുന്ന് ട്രെയിനിന് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണിത്. ഇത് വെജിറ്റേറിയൻ ആണ്, പക്ഷേ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആ ഒരു ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടും. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വടയും മസാല ദോശയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ചട്നിയും സാമ്പാറും ഒക്കെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ ഒരു നാട്ടിലത്തേക്കുള്ള ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റാണ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. ലേക്ക് വ്യൂ ഉള്ള ഒരു പാർക്കുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്. അപ്പോൾ ഈ കാണുന്ന പാർക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബേർഡ്സ് പാർക്ക്, അതുപോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോയി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർ നാനും ബട്ടർ ചിക്കനും ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കഴിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ ഫുഡിന് അത്യാവശ്യം നല്ല റേറ്റുള്ള റെസ്റ്റോറൻ്റാണ്. പക്ഷേ കഴിച്ചതിൽ ഈ ഒരു സംഭവം ബട്ടർ നാനും ബട്ടർ ചിക്കനും ഭയങ്കര അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞാൻ എൻ്റെ ട്രെയിനൊക്കെ കയറി. ഇവിടുന്ന് ഞങ്ങൾക്കൊരു 6 hours ജേർണി ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.